നീലേ ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നൊരു ബ്രാൻഡ് ന്യൂ വ്ളോഗായിട്ട് വന്നിട്ടില്ലേ. ഇന്ന് ഞാനും എൻ്റെ മോളും പിന്നെ എൻ്റെ ഉമ്മയും കൂടിയിട്ട് ഒരു അലുമിനി മീറ്റിന് പോയിരുന്നു. എൻ്റെ കോളേജിൽ, ഞാൻ പഠിച്ച എൻ്റെ സ്വന്തം കോളേജിൽ. നമ്മളുടെ കൂടെ എൻ്റെ പേര് പഠിച്ച ഒരു ഫ്രണ്ടും കൂടി ഉണ്ടായിരുന്നു. ഓള് കണ്ണൂർ സിറ്റിയിൽ നിന്നാണ് വരുന്നത്. നമ്മൾ അത്യാവശ്യം ഇറങ്ങാൻ വേണ്ടിയിട്ട് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. നമ്മൾ 11 മണിക്ക് അവിടെ എത്തണം എന്ന് വിചാരിച്ച് ലാസ്റ്റ് നോക്കുമ്പോൾ 12 മണിയായിരുന്നു അവിടെ എത്തുമ്പോൾ. പക്ഷെ പരിപാടികളെല്ലാം അതിൻ്റെ ഉദ്ഘാടന ഘട്ടത്തിലെത്തുന്നതേ ഉണ്ടായിട്ടുള്ളൂ. അതുകൊണ്ട് നമ്മൾ പ്ലാൻ ചെയ്തിട്ട് വന്നു വെച്ചാൽ 11 മണിക്ക് എത്താനാണ്. പക്ഷെങ്കിൽ പരിപാടി തുടങ്ങാൻ വേണ്ടി തന്നെ പിള്ളേരെല്ലാം ഭയങ്കര ലേറ്റ് ആയതുകൊണ്ട് എല്ലാം കൂടി അവർ പോസ്റ്റ്പോൺ ചെയ്ത്. എനിക്ക് തോന്നുന്നു 2-2.5 കൊല്ലത്തിന് ശേഷമാണ് ഞാൻ എൻ്റെ കോളേജിലേക്ക് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവിടെ അത്യാവശ്യം മാറ്റങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം മാറ്റമല്ല കേട്ടോ, കുറേ ഭാഗം മാറി. നമ്മൾ അന്നേരം പഠിക്കുമ്പോഴുള്ള കോളേജ് അല്ല, കുറേ ഭാഗം മാറിയിട്ടുണ്ടായി. പിന്നെ നമ്മളിപ്പോൾ പഠിക്കുന്ന പോലെ അല്ലായിരിക്കുമല്ലോ, എല്ലാ ടൈമും അപ്ഡേഷൻ വന്നുകൊണ്ടിരിക്കും. ഓരോ മാറ്റങ്ങൾ, കുറേ മരങ്ങളൊക്കെ നട്ടുപിടിപ്പിച്ചിട്ട് വേണ്ടിയിട്ടുണ്ടായിന്. കുറേ ഭാഗം തണലുകൾ കൊണ്ടുവന്ന്. പിന്നെ നമ്മളുടെ ഗ്രൗണ്ടിൽ സാധാരണ കാറ് മാത്രമേ പാർക്ക് ചെയ്യലുള്ളൂ. ഇപ്പോൾ അവിടെ ഒരു വോളിബോളിൻ്റെ സെറ്റപ്പൊക്കെ വരുന്നുണ്ട്, അവിടെ മാറ്റം വന്നു. പിന്നെ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഫുള്ളായിട്ട് വേറെ ബ്ലോക്കിലേക്ക് തന്നെ മാറ്റിയിട്ടുണ്ടായിന്. പിന്നെ നമ്മളെ പരിപാടി വെച്ചിട്ടുള്ളതെന്ന് വെച്ചാൽ MBA ബ്ലോക്കിലേനും നമ്മൾ ഭയങ്കര ഡ്രീമി ആയിട്ടുള്ള സംഭവം അവിടെ കയറുക, അവിടെ എക്സ്പ്ലോർ ചെയ്യുക. എപ്പോഴെങ്കിലും മാത്രം അവിടെ എൻട്രി കിട്ടുമല്ലോ, എന്തെങ്കിലും പരിപാടി വെച്ചാൽ മാത്രം. അതുകൊണ്ട് തന്നെ ഇന്ന് നമുക്കിത് തുറന്നു തന്നുകൊണ്ട് ഭയങ്കര സന്തോഷമായിരുന്നു. അവിടെയുള്ള ഓരോ മാറ്റങ്ങളും നമുക്ക് കുറേ ടൈം ഇരുന്നിട്ടും സംസാരിച്ചിട്ടൊക്കെ ഷെയർ ചെയ്യാൻ പറ്റി. ഇല്ലെങ്കിൽ നമുക്ക് ആകെ ഒരു മണിക്കൂർ, അരമണിക്കൂറല്ലേ ഈ ബ്ലോക്കിൻ്റെ ഉള്ളിൽ കയറാൻ വേണ്ടിയിട്ട് പെർമിഷൻ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ ഫുള്ളായിട്ട് എക്സ്പ്ലോർ ചെയ്ത് MBA ഈ സംഭവം. ഈ ഒരു സെറ്റ് ഓഫ് വർക്ക് കാണുമ്പം തന്നെ നല്ലൊരു കുളിർമയാണ്. പഠിക്കാനും ഗ്രൂപ്പ് സ്റ്റഡീസിനും ഒക്കെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ MBAൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇങ്ങനൊരു വ്യൂ ആണ് നമുക്ക് കിട്ടുക. വരയ്ക്കുന്ന പിന്നെ അവിടെ ഫസ്റ്റ് തന്നെ മുന്നിൽ കുറച്ച് ടീച്ചേഴ്സ് ഇരിക്കുന്നുണ്ടായിരുന്നു നമ്മളെ എൻട്രി ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട്. പിന്നെ ഫുഡിന് വേണ്ടിയിട്ടുള്ള ടോക്കൻസ് ഒക്കെ നമുക്ക് തന്നു. മേലെ നമ്മളെ ഹാളിൽ പോയി ഇരിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ മെല്ലെ മെല്ലെ നടന്ന് പവർ റൂം, പിന്നെ അതുപോലെ എക്സാം വിങ് എന്നെല്ലാം പറഞ്ഞിട്ട് ഓരോ റൂംസിന് ഓരോ പേരുകളൊക്കെ കൊടുത്തിട്ടുണ്ടായിന്. പിന്നെ ഓരോ നല്ല നല്ല കോഡ്സുകൾ എഴുതിയിട്ടുണ്ടായിന്. നമ്മളവിടെ എത്തുമ്പം തന്നെ ഉദ്ഘാടന പരിപാടികൾ ഏകദേശം വൈൻഡപ്പ് ചെയ്യാനായിട്ടുണ്ടായിന്. എൻ്റെ ഡിഗ്രി പഠനകാലം എന്ന് വിചാരിച്ചാൽ ഭയങ്കര ഒരു പോരാട്ടത്തിൻ്റെ കഥയായിട്ടാണ് ഞാൻ ഓർക്കൽ. കാരണം ഞാൻ അത്ര സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടായിന് എൻ്റെ ഡിഗ്രി പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട്. ടോട്ടൽ സാധാരണ എല്ലാവരും 3 കൊല്ലം ഡിഗ്രി പഠിക്കുമെങ്കിൽ ഞാൻ 4 കൊല്ലമാണ് ഡിഗ്രി പഠിച്ചിട്ടുണ്ടായി. കാരണം ഇപ്പോൾ ഞാൻ പഠിച്ചതെന്ന് വെച്ചാൽ കൊറോണ ടൈമായിരുന്നു. ആ ടൈം എന്ന് വെച്ചാൽ നമുക്ക് ഓൺലൈനായിരുന്നു ക്ലാസ് ഉണ്ടായി. ആ ടൈം എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടായിന്. പിന്നെ ഞാൻ പ്രഗ്നൻ്റ് ആയി. പിന്നെ എൻ്റെ ഡെലിവറി ടൈമായിരുന്നു. 6th സെമ്മിൻ്റെ എക്സാമൊക്കെ വന്ന് അതങ്ങനെ അവിടെ ഡ്രോപ്പായി. പിന്നെ ഞാൻ നെക്സ്റ്റ് ഇയർ റീജോയിൻ ചെയ്യുക ചെയ്തത്. അങ്ങനെയൊക്കെ കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പരിപാടികളിൽ നമ്മളോടൊപ്പം നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. ക്ഷണിക്കുന്നു നമ്മുടെ ജബ്ബാർ സാറിനെ. ഉണ്ടായിരുന്നില്ലല്ലോ എന്നൊരു സങ്കടം കൂടിയുണ്ട്. സത്യം പറഞ്ഞാൽ നമുക്കിതൊന്നും അനുഭവിക്കാൻ പറ്റിയില്ലല്ലോ.
വിപിനാമസ് വരുന്നുണ്ട്. നല്ലൊരു കൈയടി കൊടുത്തോ. മത്സരങ്ങളിലും പങ്കെടുക്കും, വിജയാവും. അപ്പൊ നിഹാലിക്ക് വേണ്ടി ഒരു സമ്മാനം കൊടുക്കാൻ നമ്മുടെ സാറിനെ ഇൻവൈറ്റ് ചെയ്യാണ്. നല്ലൊരു കൈയ്യടി കൊടുക്കാൻ നിഹാലിക്ക്. The lucky winner of Samagama 2.0 നിഹാല. നമ്മൾ മനസ്സുകൊണ്ട് എന്തെങ്കിലും നല്ല രീതിയിൽ ആഗ്രഹിച്ചാൽ ഒരിക്കലും നമുക്കത് സാധിക്കാണ്ട് പോകില്ല എന്ന് പറയുന്നില്ലേ, അതുപോലെ ഇനി നമുക്ക് എൻ്റെ ഡിഗ്രി കാലഘട്ടം അത്ര ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിന് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യണമെന്ന്. അതുകൊണ്ട് തന്നെ ആയിരിക്കും റീജോയിൻ ചെയ്യാൻ പറ്റി. പിന്നെ അതുപോലെ തന്നെ എൻ്റെ മോളെ എൻ്റെ ഹസ്ബൻഡും എൻ്റെ ഉമ്മയും ഉമ്മാമയൊക്കെ കൂടിയിട്ട് ഹാൻഡിൽ ചെയ്തു. എനിക്ക് എൻ്റെ 6th സെമ്മ് അറ്റൻഡൻസ് ഇല്ലാണ്ട് എഴുതാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടായിരുന്നു ഡ്രോപ്പ് ഔട്ടായി. റീജോയിൻ ചെയ്തപ്പോൾ ഫുൾ അറ്റൻഡൻസോടുകൂടി തന്നെ എക്സാം എഴുതാൻ പറ്റി. ഒരുപാട് സ്ട്രഗിളിൻ്റെ ബാക്കിൽ കുറേ എല്ലാവരും പറയും നമ്മൾ വേറെ ആളെ സ്റ്റോറി കണ്ടിട്ട് നമ്മൾ അതിൽ നിന്ന് ഫീഡ്ബാക്ക് എടുക്കണം. ഞാൻ എൻ്റെ സ്റ്റോറി തന്നെയാണ് എൻ്റെ ഫീഡ്ബാക്ക്സ് ഞാൻ എടുക്കൽ. കാരണം എനിക്കതിന് മാത്രം ഉണ്ട്, ഫീഡ്ബാക്ക്സ് എടുക്കാൻ മാത്രം ഞാൻ എൻ്റെ ലൈഫിൽ ഓരോ ലെസൺസ് ആയാലും എല്ലാം പഠിച്ച് വരികയായിരുന്നു. പക്ഷേ എനിക്ക് ആകെ ഒരു വിഷമം തോന്നുന്നത് വെച്ചാൽ ഞാൻ പഠിച്ച ബാച്ചുകളിൽ നിന്നൊന്നും അധികം ആരും ഉണ്ടായിട്ടില്ല. പ്രീവിയസ് ബാച്ചുകളിൽ നിന്നെല്ലാം കുറച്ച് ആൾക്കാർ മാത്രമേ ഈ ഒരു അലൂമിനിക്ക് പങ്കെടുത്തിട്ടുണ്ടായിട്ടുള്ളൂ. ഞാൻ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നതാണ് എൻ്റെ പഴയ ബ്ലോക്ക്. ഇതേനും എൻ്റെ പഴയ ക്ലാസ് റൂം. ഞാൻ ഫസ്റ്റ് ഇയർ ആദ്യമായിട്ട് ഇവിടെയാണ് ഇരുന്നിട്ടുണ്ടായി. അതൊക്കെ മാറ്റി പുതിയ ബ്ലോക്കിലേക്ക് ഷിഫ്റ്റ് ചെയ്തെന്ന് പറയുന്നുണ്ടായിരുന്നു. ഞാനും നിഹാലയും കൂടി പണ്ടത്തെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ സംസാരിക്കലേന്. നമ്മളെ ഈ BBA TTM വേറെ ബ്ലോക്കിലേക്ക് തന്നെ ഷിഫ്റ്റ് ആക്കി. ഇപ്പോൾ ഇവിടെ വേറെ ഏതോ ഡിപ്പാർട്ട്മെൻറ്റാണ് ഇരിക്കൽ. പിന്നെ നമ്മൾ HODൻ്റെ റൂമൊക്കെ മാറ്റി അവിടെ എന്തോ സ്പോർട്സ് സംബന്ധമായിട്ടുള്ള എന്തോ ഒരു ഇതായിരുന്നു കണ്ടേ. ഒരു വിഷമം എന്ന് വിചാരിച്ചാൽ നമ്മളെ HOD ഉണ്ടായിട്ടില്ല. പിന്നെ നമ്മളെ ടീച്ചേഴ്സും അത്ര കുറവായിരുന്നു. 1-2 ആളാ മറ്റേ ഉണ്ടായിട്ടുള്ളൂ. ബാക്കിയെല്ലാം വേറെ ഡിപ്പാർട്ട്മെൻറ്റ്സിലെ ടീച്ചേഴ്സിനെയായിരുന്നു കണ്ടത്. പിന്നെ കുറേ കുട്ടികളുണ്ടായിരുന്നു. എല്ലാവരെയും ഒന്നും പരിചയമില്ലെങ്കിലും അത്യാവശ്യം ഫെമിലിയർ ആയിട്ടുള്ള കുറേ മുഖങ്ങൾ കണ്ടു. ഇതായിരുന്നു നമ്മളെ UG ഡിപ്പാർട്ട്മെൻറ്റ്. ഈ ഒരു ക്യാമ്പസിൽ നിന്നായിരുന്നു ഞാനൊരു റിയലൈസേഷൻ നടത്തിയത്. ചില കാര്യങ്ങൾ നമ്മൾ അത്രത്തോളം ആഗ്രഹിച്ചിട്ട് നമുക്ക് കിട്ടാണ്ട് പോയിട്ടുണ്ടെങ്കിലും എവിടെയെങ്കിലും ആയിട്ട് നമുക്കത് നേടിയെടുക്കാൻ പറ്റുന്നു. ചില കാര്യങ്ങൾ നമ്മൾ മറന്നാലും പടച്ചോൻ മറക്കില്ല. ഒരാളുടെ പേഴ്സണൽ ലൈഫും പ്രൊഫഷണൽ ലൈഫും ഒരുപോലെ ബാലൻസ് ചെയ്തിട്ട് വന്ന് ഒരുപാട് ആൾക്കാരുണ്ട്. അവരൊക്കെ കാണുമ്പില്ലേ പണ്ട് എനിക്ക് ഒന്നും തോന്നലില്ലായിരുന്നു. പക്ഷെ ഇപ്പിപ്പോൾ നമ്മൾ ലൈഫുമായിട്ട് മാനേജ് ചെയ്ത് വരുമ്പോഴാണ് അവരൊക്കെ കാണുമ്പോൾ ഒരു റെസ്പെക്റ്റും ഒരിതൊക്കെ തോന്നാൻ തുടങ്ങി. അപ്പോൾ പേഴ്സണൽ ലൈഫ് മാത്രം കൊണ്ടുപോകുന്നവരെ കുറ്റപ്പെടുത്തിയതല്ല. ഇപ്പം ഞാൻ നിലവിലൊരു ഹൗസ് വൈഫ് മാത്രമാണ്. കാരണം എനിക്കിപ്പം നിലവിൽ വർക്കും കാര്യങ്ങളൊന്നുമില്ല. ഞാനിപ്പോൾ ഫ്രീ ആയിട്ടിരിക്കുന്ന ഒരാളാണ്. ഇപ്പം നമുക്കൊരു വർക്ക് ഉണ്ടെങ്കിൽ നമുക്ക് വേറൊരാളെ ഡിപ്പെൻഡ് ചെയ്യുന്നത് അത്യാവശ്യം കുറക്കാം. നമ്മളെ കാര്യങ്ങൾ നമുക്ക് നല്ല രീതിയിൽ ചെയ്യാം. അങ്ങനെയൊക്കെ കുറേ ബെനിഫിറ്റ്സ് ഉണ്ടെന്ന് തോന്നി. പിന്നെ എനിക്ക് MBA ബ്ലോക്കിൽ ഏറ്റവും ഇഷ്ടമായത് ഈ ഒരു സിറ്റിംഗ് ഏരിയ ആണ്. എന്ത് രസമാണെന്നറിയോ, അവിടെ ഇരിക്കുമ്പോൾ തന്നെ ഓരോ പൂക്കളൊക്കെ നമ്മളുടെ തലയിലും മേത്തൊക്കെ വീഴുന്നു. നല്ല ഇറങ്ങിയായിരുന്നു. എൻ്റെ മോള് കുറേ ടൈം അവിടെ നിന്ന് കളിച്ചിട്ടുണ്ട്. അതിന് പാർക്കിൽ വന്നൊരു ഇത് അധികം വെയിലും ഇല്ല ചൂടും ഇല്ല, നല്ല കാറ്റ്. ഇവിടെ നിന്നൊക്കെ പ്രൊജക്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യുക, ഡിസ്കഷൻ ചെയ്യുക, ഗ്രൂപ്പ്സ് ആയിട്ട് ഇരിക്കുക, അടിപൊളി. പിന്നെ നമ്മൾ ആദ്യം റിട്ടേൺ ചെയ്തു ഉള്ളിലേക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട്. ഉച്ചയ്ക്ക് ശേഷം ഒരു ബാൻഡിൻ്റെ പരിപാടി ഉണ്ടായിരുന്നു.
ടാറ്റ പറ. 5 മണി വരെ പരിപാടി ഉണ്ടെങ്കിലും നമ്മൾ 4 മണിയാകുമ്പോൾ ഇറങ്ങിയിട്ടുണ്ടായിന്. നിഹാലക്ക് വേഗം വീട്ടിലേക്ക് പോകണം, പിന്നെ എനിക്കും വേഗം വീട്ടിലേക്ക് എത്തണം. എല്ലാം കൂടി നോക്കുമ്പോൾ 4 മണിക്ക് ഇറങ്ങുന്ന ഞാൻ സുഖം എന്ന് വിചാരിച്ച്. പിന്നെ നമ്മളവിടെ ബസ് സ്റ്റോപ്പിലെത്തിയിട്ട് ഒരു 5 മിനിറ്റ് കാത്തുക്കുമ്പോൾ തന്നെ ബസ് വന്നിട്ടുണ്ടായിന്. അതെന്തോ ഭാഗ്യമെന്നില്ലെങ്കിൽ 1/4 മണിക്കൂർ വെറുതെ അവിടെ ഇരിക്കേണ്ടി വരുവേനും. അപ്പോൾ ഇത്രയേ ഉള്ളൂ അലുമിനി മീറ്റിൻ്റെ വിശേഷങ്ങൾ. ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് അടുത്തന്നെ വരാം.